ഒരു നോർമൽ ഡ്രോപ്പ് ഡൗൺ ബോക്സിന്റെ അകത്ത് എങ്ങനെ ഒരു സെർച്ച് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസേഷൻ സെർച്ച് ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറി ഫയലാണ് സെലക്ട് ടു. ഇപ്പൊ നോർമൽ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സിന്റെ അകത്ത് നമുക്ക് ഇതേപോലെ എന്ത് കിട്ടും, ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് കിട്ടും. അത് HTML സെലക്ട് ടാഗ് യൂസ് ചെയ്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെർച്ച് ചെയ്യാനുള്ള ഫീച്ചറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെലക്ട് എന്നും പറഞ്ഞ ഒരു ലൈബ്രറി ഫയൽ. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഏത് ഡ്രോപ്പ് ഡൗൺ ബോക്സിലാണ് യൂസ് ചെയ്യുന്നത് അതിലോട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാം. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ എടുക്കുക, അതിൻ്റെ അകത്ത് CDN jQuery എന്ന് സെർച്ച് ചെയ്യുക. നമുക്ക് jQuery വേണം ഇത് യൂസ് ചെയ്യണമെങ്കിൽ. നമുക്ക് രണ്ട് രീതിക്ക് ആക്സസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഓൺലൈൻ ത്രൂ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കോഡ് നമ്മൾ ലോക്കൽ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ട് അങ്ങനെ പാത്ത് സെറ്റ് ചെയ്ത് ആക്സസ് ചെയ്യാം. അപ്പോൾ ഓൺലൈൻ വഴി കൂടെയാണ് ആക്സസ് ചെയ്യാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോവുക, CDN jQuery സെർച്ച് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ലിങ്കിൽ കയറുക. കയറിയിട്ട് ഓൺലൈൻ വഴി കൂടെ ആണെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഹെഡ് സെക്ഷനിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യണം. ഈ ഓൺലൈനിൽ കൂടെ ചെയ്യുമ്പോൾ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റ് വല്ലതും ബ്ലോക്ക് ആവേ അല്ലെങ്കിൽ നെറ്റിന് സ്പീഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, പെർഫോമൻസിൽ അതിൽ നിന്നൊക്കെ എന്തൊരു ഷോർട്ടേജ് വരും. അപ്പൊ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ jQueryയുടെ കോഡ് നമ്മൾ എന്ത് ചെയ്യണം, ആ സോഴ്സ് നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മൾ ലോക്കൽ സിസ്റ്റത്തിൽ കൊണ്ട് സേവ് ചെയ്ത് വയ്ക്കണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്ക് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ഈ URL കോപ്പി ചെയ്യുക, ഒരു ടാബ് എടുക്കുക, അവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും, jQueryയുടെ കോഡ് കിട്ടും. ഇത് Ctrl+A വെച്ച് സെലക്ട് ചെയ്യുക, Ctrl+C വെച്ച് കോപ്പി ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാൻ ഇപ്പൊ jQuery എന്ന് കൊടുത്ത് ഡോട്ട്, ഇത് ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്, അപ്പൊ JS എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റിന്റെ അകത്ത്, ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് സ്ക്രിപ്റ്റിന്റെ അകത്ത് SRCക്കകത്ത് നമ്മൾ എന്ത് കൊടുക്കണം, പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഒരു ഫോൾഡറിന്റെ അകത്ത് അല്ലാത്തതുകൊണ്ട് സെയിം ഫോൾഡറിലായതുകൊണ്ട് നമുക്ക് എന്ത് കൊടുത്താൽ മതി, പേരും അതിന്റെ എക്സ്റ്റൻഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഇതാകുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ കിടക്കുകയും ചെയ്യും, എപ്പോഴും റീയൂസ് ചെയ്യാനും പറ്റും. നെറ്റ് ഇല്ലെങ്കിലും ഇഷ്യൂ വരത്തില്ല. അഥവാ ഭാവിയിൽ ഒരു നിർത്തി പോണെങ്കിലും നമ്മളെ കയ്യിൽ ഇതിന്റെ കോഡ് ഉണ്ടെങ്കിൽ, jQuery കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, jQueryയുടെ ഫുൾ ആക്സസും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ടുവിന്റെ ഇതേപോലത്തെ ലിങ്ക് കോപ്പി ചെയ്യണം. അപ്പോൾ സെലക്ട് ടു പോയിട്ട് ഗൂഗിളിൽ പോയി സെലക്ട് ടു സെർച്ച് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ എടുക്കുക. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് ഈ രണ്ട് സാധനം കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഈ സിസ്റ്റം, ഈ ഒരു സൈറ്റ് വല്ലതും സ്ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും സ്ലോ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലെ ഡേറ്റാസ് നമ്മൾ jQueryയിൽ ചെയ്ത കണക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം, നമ്മൾ ലോക്കൽ സിസ്റ്റത്തിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യത്തെ ലിങ്ക് CSS ലിങ്ക് ആണ്, ഇതുവരെ കോപ്പി ചെയ്യണം. അടുത്തൊരു ടാബ് എടുക്കുക, അവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. എന്നിട്ട് Ctrl+C, എന്നിട്ട് എന്ത് ചെയ്യണം, പുതിയ ഫയലിനകത്ത് സെലക്ട് ടു ഡോട്ട്, ആദ്യത്തെ CS ഫയലാണ്, അപ്പൊ CSS എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടൊക്കെ പേസ്റ്റ് ചെയ്യണം. അതേപോലെ എന്ത് ചെയ്യണം, അതിന്റെ ജാവാസ്ക്രിപ്റ്റിന്റെ ലിങ്കും കോപ്പി ചെയ്യണം, ഇതോട്ട് ഇതുവരെ കോപ്പി ചെയ്യുക. അടുത്ത ടാബ് എടുക്കുക, അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. Ctrl+A Ctrl+C, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അത് എന്ത് കൊടുക്കുക, ഒരു ഇഷ്ടമുള്ള പേര് സെലക്ട് ടു ഡോട്ട് JS. നിങ്ങൾ ഇവിടെ ഈ ഏറ്റവും എൻഡിൽ നോക്കിയാൽ മതി, ഇവിടെ JS ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ്, ഇവിടെ CS ആണെങ്കിൽ CS ഫയൽ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഹെഡിന്റെ അകത്ത് പോയിട്ട് എന്ത് ചെയ്യണം, CSS ഫസ്റ്റ് ലിങ്ക് ചെയ്യണം. അപ്പൊ CSS ലിങ്ക് ചെയ്യുക. ഇവിടെ സ്റ്റൈൽ ഡോട്ട് CSS മാറ്റിയിട്ട് എന്ത് കൊടുക്കണം, നമ്മളെ ഫയലിന്റെ പേര് സെലക്ട് ടു ഡോട്ട് CSS. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ സ്ക്രിപ്റ്റ് അതേപോലെ കോപ്പി ചെയ്യാം. സ്ക്രിപ്റ്റിനകത്ത് SRC, അതിനകത്ത് എന്ത് കൊടുക്കുക, സെലക്ട് ടു ഡോട്ട് JS. ഓക്കെ, അപ്പൊ ഇത്രയും കൊടുത്തെന്നും പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ വരത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സെലക്ട് ടുവിന്റെ ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് ലോഡ് ചെയ്യണം. jQuery യൂസ് ചെയ്ത് നമ്മൾ എന്ത് ഇനിഷ്യേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലോഡ് ചെയ്തെടുക്കണം. അപ്പൊ അതിനുവേണ്ടി ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും താഴെ പോവുക, അവിടെ സ്ക്രിപ്റ്റ് എഴുതുക, ജാവാസ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുക. അത് ഇന്റേണൽ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് എഴുതുകയൊക്കെ ചെയ്യാം.
എന്നിട്ട് എന്ത് ചെയ്യുക, ഡോളർ ജേക്വറിയിലാണ് എഴുതുന്നത്, ഡോക്യുമെന്റ് ഡോട്ട് റെഡി, ഒരു അനോമിനസ് ഫംഗ്ഷൻ കർലി ബ്രേസിന്റെ അകത്ത് വീണ്ടും ഡോളർ. ഞാൻ ഒരു ക്ലാസ് ടൈം ക്രിയേറ്റ് ചെയ്യാണ്. എൻ്റെ ക്ലാസ് ടൈം ആണ് എക്സാമ്പിൾ. ഇഷ്ടമുള്ള പേരോട് വേണമെങ്കിൽ എക്സാമ്പിൾ -1 എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, സെലക്ടുവിന്റെ മെയിൻ മെത്തേഡ് കോൾ ചെയ്യുക, സെലക്ട് ടു അങ്ങനെ കോൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്ത പേരുണ്ടല്ലോ അത് കോപ്പി ചെയ്തിട്ട് ഏത് ഡ്രോപ്പ് ഡൗൺ ബോക്സിലാണോ സെർച്ച് ഓപ്ഷൻ വരാനുള്ള എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് സെർച്ച് ഓപ്ഷൻ, ഇപ്പൊ എനിക്കിപ്പോ ഗോവ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ കേരള. ഇതേപോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ ഇപ്പൊ പഞ്ചാബ്, തമിഴ്നാട്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ടു എന്നുള്ളൊരു ലൈബ്രറി ഫയൽ യൂസ് ചെയ്ത് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ പേര് കൊടുക്കുന്നത് ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഡോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്, നമ്മളെ ക്ലാസ്സിനെ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഹാഷ് ആണ് കൊടുക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. കണ്ട, ഇപ്പൊ എന്ത് ചെയ്യണം, ഈ ഐഡിയിൽ സ്റ്റേറ്റ് മാറ്റിയിട്ട് ഈ പേര് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട, അത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്ത് വേണം, ഇവിടെ ഒരു പ്ലേസ് ഹോൾഡർ സെറ്റ് ചെയ്യണമെന്ന് വെച്ചോ. എനിക്കിവിടെ ഓപ്ഷൻ കാണിക്കാതെ വേറെ എന്തെങ്കിലും പ്ലേസ് ഹോൾഡർ സെറ്റ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പൊ ഇത് സ്റ്റേറ്റ് അല്ലേ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു സെലക്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പ്ലേസ് ഹോൾഡർ വെക്കാം. അപ്പൊ എന്ത് ചെയ്യണം, നേരെ ഈ ഒരു സെലക്റ്റീവ് ഫംഗ്ഷന്റെ അകത്ത് കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിന്റെ ഉള്ളിനകത്ത് പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, പ്ലേസ് ഹോൾഡർ. അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് കൊടുക്കുക. ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇവിടെ വരും. എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കൊടുക്കാം സെലക്ട് സ്റ്റേറ്റ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ഹോൾഡർ സെറ്റ് ചെയ്യാൻ പറ്റും. പ്ലേസ് ഹോൾഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ ഇതേപോലെ സെറ്റ് ചെയ്യണം, സെലക്ട് ഡിസേബിൾ ഹിഡൻ. ഇങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമേ പ്ലേസ് ഹോൾഡർ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേസ് ഹോൾഡർ വരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് ഹോൾഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ ഓപ്ഷൻ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് വെച്ചേക്കണം, ഡിസേബിൾ ചെയ്ത് വെച്ചേക്കണം, ഹിഡൻ ആക്കി വെച്ചേക്കണം. അത് മാത്രം ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പ്ലേസ് ഓർഡർ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഓപ്ഷൻസ് വരും. പിന്നെ ഒരു ഇൻഡു ബട്ടൺ ക്ലിയറൻസ് പോലെ വല്ലതും സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, കോമ ഇടുക, അലോ ക്ലിയർ, അത് ട്രൂ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഏതെങ്കിലും സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് എനിക്ക് ഇതേപോലെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇതേപോലെ ക്ലിയർ ചെയ്യാൻ ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇപ്പൊ ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ സൈറ്റിൽ കയറിയിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ട്, ഇതിൻ്റെ ബേസ് തൊട്ട് അഡ്വാൻസ് വരാം. നിങ്ങൾ നോക്കിയിട്ട് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കും.